വരാനിരിക്കുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൊടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. സോ ഇതെല്ലാം ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടൊന്ന് നോക്കുക. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ ബ്ലൂ പ്രിന്റിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ജയകൃഷ്ണൻ നാവായിക്കുളം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫേഴ്സുകളാണ്. അതായത് ബ്ലൂ പ്രിന്റിന്റെ ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ സുരേഷ് സാർ സ്ഥിരം എടുക്കുന്ന ഒരു സെഷൻ കൂടിയാണ് ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റിൽ സാധാരണ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതായത് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുകളാണ് നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. കേരളവുമായി റിലേറ്റ് ചെയ്യുന്ന ആനുകാലിക ചോദ്യങ്ങൾ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. കേരളവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 15ാം കേരള നിയമസഭയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, കേരള നിയമസഭയെ കുറിച്ച് പ്രത്യേകം നമ്മുടെ PSCയിൽ തന്നെ ചോദിക്കാറുണ്ട്. സ്ഥിരം ചോദിക്കുന്ന, നിരന്തരം ചോദിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ് 15ാം കേരള നിയമസഭ. സോ നമുക്ക് അതിലോട്ടും കടക്കാം. ഈ ഒരു 15ാം കേരള നിയമസഭ രൂപീകരിച്ചത് 2021 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് LDF സർക്കാരാണ്. LDF സർക്കാരാണ് 2021 തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പിണറായി വിജയൻ. നിലവിലെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയനാണ്. എങ്കിൽ നമ്മുടെ കേരളത്തിന്റെ നിലവിലെ സ്പീക്കറിന്റെ പേര് AN ഷംസീർ എന്നാണ്. AN ഷംസീർ ആണ് നമ്മുടെ കേരളത്തിലെ നിലവിലെ സ്പീക്കർ. നിലവിലെ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പേര് ചിറ്റയം ഗോപകുമാർ എന്നാണ്. ചിറ്റയം ഗോപകുമാറാണ് നമ്മുടെ കേരളത്തിന്റെ നിലവിലെ സ്പീക്കർ. എങ്കിൽ കേരളത്തിന്റെ സർക്കാർ ചീഫ് വിപ്പ് ആരാണ്? N ജയരാജ് ആണ് കേട്ടോ. N ജയരാജ്. ഒന്നും കൂടെ പറയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. സ്പീക്കറിന്റെ പേരെന്താണ്? AN ഷംസീർ എന്നാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആകുമ്പോൾ ചിറ്റയം ഗോപകുമാറാണ്. സർക്കാരിന്റെ ചീഫ് വിപ്പിന്റെ പേര് N ജയരാജ് എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകും നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളുമാണ്. നമുക്കറിയാം, വകുപ്പുകൾ തന്നിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് സ്ഥിരം നമ്മുടെ PSCയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. കൂട്ടുകാരെ, നമുക്ക് അതിലോട്ട് കടക്കാം. ഇവിടെ നോക്കിക്കേ, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, അഗ്നിശമന രക്ഷാ സേനാ വകുപ്പ്, പ്രവാസികാര്യം അല്ലെങ്കിൽ നോർക്ക പ്രവാസികാര്യമാണ്, ദുരിതാശ്വാസം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കൂടാതെ ദുരന്ത നിവാരണം. മറ്റ് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. സോ ഇതെല്ലാം ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടൊന്ന് നോക്കുക. ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, അഗ്നിശമന രക്ഷാ സേനാ വകുപ്പ്, കൂടാതെ പ്രവാസികാര്യം, ദുരിതാശ്വാസം, കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത നിവാരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. അടുത്തത് മറ്റൊരു മന്ത്രിയിലോട്ട് പോവാം. അദ്ദേഹത്തിന്റെ പേര് K രാജൻ എന്നാണ്. K രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മന്ത്രി K രാജനാണ്. K രാജന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് K രാജനാണ്. ഞാൻ പറയുന്ന സമയത്ത് കൂടെ തന്നെ പറഞ്ഞ് പഠിച്ചു പോകാൻ കൂടി ശ്രമിക്കുക കൂട്ടുകാരെ. നമുക്ക് എന്തായാലും മറ്റൊരു മന്ത്രിയിലോട്ട് കിടക്കാം. മന്ത്രിയുടെ പേര് P രാജീവ് എന്നാണ് കേട്ടോ. P രാജീവ് കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിയമം, വ്യവസായം, വാണിജ്യം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ്, നമുക്ക് എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിയമം, വ്യവസായം, വാണിജ്യം ഈ 3 വകുപ്പാണ്. കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണെങ്കിൽ ഖനനം, ജിയോളജി, കൈത്തറി, ഖാദി, ഗ്രാമ വ്യവസായം. ഇപ്പൊ കൂട്ടുകാരെ, നമ്മുടെ P രാജീവ് കൈകാര്യം ചെയ്യുന്ന ഈ ഒരു വകുപ്പുകൾ ഒന്ന് പറഞ്ഞേ. നിയമം, വ്യവസായം, വാണിജ്യം പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. നിയമം, വ്യവസായം, വാണിജ്യം, കൂടാതെ ഖനനം, ജിയോളജി, കൈത്തറി, ഖാദി, ഗ്രാമ വ്യവസായം. ആരാ ഈ ഒരു വകുപ്പ് മന്ത്രി? P രാജീവ് ആണ് കേട്ടോ. P രാജീവ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് V അബ്ദുറഹ്മാൻ ആണ്. V അബ്ദുറഹ്മാൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പാണെങ്കിൽ സ്പോർട്സ് ആണ്. കായിക വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയാണ് V അബ്ദുറഹ്മാൻ. കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകൾ വഖഫ്, കൂടാതെ ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ, റെയിൽവേ എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? V അബ്ദുറഹ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. സ്പോർട്സ്, വഖഫ്,
ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ, റെയിൽവേ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വി അബ്ദുറഹ്മാനാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് MP രാജേഷ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കേരള നിയമസഭയുടെ സ്പീക്കർ ആയിരുന്നു. 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആയിരുന്നു. പിന്നീട് മന്ത്രിയായ വ്യക്തിയാണ് MP രാജേഷ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കൂടി ഒന്ന് പഠിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം തൃത്താലയാണ് കേട്ടോ. തൃത്താല മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? MP രാജേഷ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ് എന്നീ വകുപ്പുകളാണ് MP രാജേഷ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനമാണ് തദ്ദേശ സ്വയംഭരണവും എക്സൈസും. കൂട്ടുകാരെ നോക്കിക്കേ, MP രാജേഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? തൃത്താലയാണ് കേട്ടോ, തൃത്താല. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് KN ബാലഗോപാലിനെ കുറിച്ചാണ്. KN ബാലഗോപാൽ നമ്മുടെ കേരളത്തിലെ നിലവിലെ ധനകാര്യ വകുപ്പാണ്. കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് KN ബാലഗോപാൽ. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിലവിലെ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് KN ബാലഗോപാൽ. അടുത്തതായിട്ട് വീണ ജോർജ്. കേരള നിയമസഭയിലെ ഒരു വനിതാ മന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജ് ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? ആറന്മുള മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. പത്തനംതിട്ടയിലെ ആറന്മുള വില്ലേജിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് വീണ ജോർജ്. വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആരോഗ്യം, കൂടാതെ വനിതാ ശിശു വികസന വകുപ്പ്. വനിതാ ശിശു വികസന വകുപ്പും കൂടാതെ ആരോഗ്യവും കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ആറന്മുളയാണ് കേട്ടോ, ആറന്മുള. അടുത്തതായിട്ട് നോക്കാനുള്ളത് റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം, തീരശോഷണം. ഏതൊക്കെയാ റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്നത്? ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം, കൂടാതെ തീരശോഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മിനിസ്റ്ററാണ് റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിൻ. അടുത്തതായി ചിഞ്ചു റാണി, മറ്റൊരു വനിതാ മന്ത്രിയാണ് ചിഞ്ചു റാണി. ഏത് നിയമസഭാ മണ്ഡലമാണ്? ചടയമംഗലം. കൊല്ലത്തെ ചടയമംഗലമാണ് ചിഞ്ചു റാണിയുടെ നിയമസഭാ മണ്ഡലം. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കൂടി നോക്കാം. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കൂടാതെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മിനിസ്റ്ററാണ്, വനിതാ മന്ത്രിയാണ് ചിഞ്ചു റാണി. നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ചടയമംഗലമാണ്. അടുത്തതായിട്ട് PA മുഹമ്മദ് റിയാസ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ടൂറിസം, പൊതുമരാമത്ത്. ടൂറിസവും പൊതുമരാമത്ത് PWD ആണ് പൊതുമരാമത്ത്. സോ PA മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ടൂറിസം കൂടാതെ പൊതുമരാമത്ത്. അടുത്തതായി നോക്കാം K രാധാകൃഷ്ണൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പ് ദേവസ്വം ബോർഡ് അല്ലെ, ദേവസ്വം ബോർഡ് കൂടാതെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് കൂടാതെ പാർലമെന്ററി കാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് K രാധാകൃഷ്ണനാണ്. നോക്കാം, K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ കമ്മീഷൻ, കൂടാതെ കമ്മീഷൻ അല്ല വകുപ്പ്, പാർലമെന്ററി കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് K രാധാകൃഷ്ണനാണ്. അടുത്തതായി V ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം കൂടാതെ തൊഴിൽ വകുപ്പ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന V ശിവൻകുട്ടിയാണ്. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമാകുമ്പോൾ R ബിന്ദു ആണ്. പൊതുവിദ്യാഭ്യാസമാകുമ്പോൾ അത് V ശിവൻകുട്ടിയാണ്. അടുത്തായി VN വാസവന് ഒരു മന്ത്രി സീറ്റ് കൂടി കൊടുക്കുകയാണ് അല്ലെ, റീസൺലിയാണ് നൽകുന്നത്. അദ്ദേഹത്തിന് സഹകരണവും തുറമുഖ വകുപ്പും നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ നിലവിലെ വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സഹകരണം കൂടാതെ തുറമുഖ വകുപ്പ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏറ്റുമാനൂരാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം. VN വാസവൻ, അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? സഹകരണം കൂടാതെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ് കേട്ടോ. VN വാസവൻ, മണ്ഡലം ഏറ്റുമാനൂർ. അടുത്തായിട്ട് ഡോക്ടർ R ബിന്ദു, നിയമസഭാ മണ്ഡലം ഏതാണ്? ഇരിങ്ങാലക്കുട. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയാണ് R ബിന്ദുവിന്റെ നിയമസഭാ മണ്ഡലം. അവരുടെ വകുപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം കൂടാതെ സാമൂഹിക നീതി. നമ്മൾ പറഞ്ഞു പൊതുവിദ്യാഭ്യാസമാകുമ്പോൾ V ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസമാകുമ്പോൾ R ബിന്ദുവുമാണ്. കൂടാതെ സാമൂഹിക നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്നത് R ബിന്ദുവാണ്. അടുത്തായി GR അനിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഭക്ഷ്യം,
സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം കൂടാതെ ലീഗൽ മെട്രോളജി വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് GR അനിലാണ്. GR അനിലിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം കൂടാതെ ലീഗൽ മെട്രോളജി വകുപ്പ്. അടുത്തതായിട്ട് AK ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാ? വനം വന്യജീവി വകുപ്പ്. വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് AK ശശീന്ദ്രനാണ്. കൂടെ പറയാൻ കൂടി ശ്രമിക്കുക കേട്ടോ. അടുത്തതായിട്ട് K കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണെങ്കിൽ വൈദ്യുതിയും കൂടാതെ അനർട്ടും കൂടാതെ വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടി. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് സജി ചെറിയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സാംസ്കാരിക വകുപ്പ്, ഫിഷറീസ് സർവകലാശാല, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കൂടാതെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്നിവ കൈകാര്യം ചെയ്യുന്ന സജി ചെറിയനാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സാംസ്കാരിക വകുപ്പ്, ഫിഷറീസ് സർവകലാശാല, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കൂടാതെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്നിവ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാൻ. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പുതിയ മന്ത്രിയാണ്. റീസെന്റ് 2023 തന്നെ നമ്മുടെ ഒരു സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിമാരുടെ പുനഃസംഘടന ഉണ്ടായത്. അതിലെ മന്ത്രിയാണല്ലേ 2023-24 ഈ ഒരു പുനഃസംഘടന ഉണ്ടായത്. അപ്പൊ KB ഗണേഷ് കുമാറിന്റെ നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട പത്തനാപുരം. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണെങ്കിൽ റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിക്കേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനം കൂടാതെ ജലഗതാഗതം എന്നിവ കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാറാണ്, പുതിയ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? പത്തനാപുരമാണ്. അടുത്ത പുതിയ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നമ്മുടെ നിയമസഭയിലെ MLA ആയ വ്യക്തിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. റീസെന്റ് മന്ത്രിയാകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, ആർക്കവൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കടന്നപ്പള്ളിയുടെ ഈ ഒരു നിയമസഭാ മന്ദിരം ഏതാണ് അല്ലെങ്കിൽ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് കേട്ടോ, കണ്ണൂർ. കൂട്ടുകാരെ, നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ചർച്ച ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. അതായത് ഈ ഒരു 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് VD സതീശനാണ്. നിലവിലെ 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. കൂട്ടുകാരെ, നമ്മുടെ 15ാം നിയമസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ എല്ലാം ഒന്ന് ഓട്ടിച്ചൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ആദ്യം മുതൽ തന്നെ ഒന്ന് നോക്കാം. 15ാം നിയമസഭയിലെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. സ്പീക്കർ ആണെങ്കിൽ N ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കർ ആകുമ്പോൾ ചിറ്റയം ഗോപകുമാർ. സർക്കാരിന്റെ ചീഫ് വിപ്പ് ആകുമ്പോൾ N ജയരാജ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാകുമ്പോൾ ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, അഗ്നിശമന രക്ഷാസേനാ വകുപ്പ് കൂടാതെ പ്രവാസികാര്യം, നോർക്ക, ദുരിതാശ്വാസം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത നിവാരണം കൂടാതെ മറ്റു വകുപ്പുകൾ കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അടുത്തതായിട്ട് K രാജനാകുമ്പോൾ ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. അടുത്തതായി P രാജീവാണ്. നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ. ഒന്ന് ഓടിച്ചു പോവുകയാണ്, കൂടെ പറഞ്ഞു പോവുക. V അബ്ദുറഹ്മാൻ. സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, പോസ്റ്റുകൾ കൂടാതെ ടെലഗ്രാഫുകൾ, റെയിൽവേ. അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് MP രാജേഷ് ആണ്. മണ്ഡലം തൃത്താലയാണ്. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് MP രാജേഷ്. KN ബാലഗോപാൽ ആകുമ്പോൾ ധനകാര്യ വകുപ്പാണ് കേട്ടോ. വീണ ജോർജ്. മണ്ഡലം ഏതായിരുന്നു? ആറന്മുളയാണ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ്. റോഷി അഗസ്റ്റിൻ ആകുമ്പോൾ ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം, തീരശോഷണം. ചിഞ്ചു റാണി. മണ്ഡലം ഏതായിരുന്നു? ചടയമംഗലമായിരുന്നു. വകുപ്പുകൾ മൃഗസംരക്ഷണം, ക്ഷീരവികസനം കൂടാതെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. PA മുഹമ്മദ് റിയാസ്. ടൂറിസം, പൊതുമരാമത്ത്. PW ആണ് പൊതുമരാമത്ത്. K രാധാകൃഷ്ണൻ ആകുമ്പോൾ ദേവസ്വം ബോർഡ്, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് കൂടാതെ പാർലമെന്ററി കാര്യം. V ശിവൻകുട്ടി ആകുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടാതെ തൊഴിൽ വകുപ്പ് മന്ത്രി. VN വാസവൻ ആകുമ്പോൾ നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂരാണ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സഹകരണം, തുറമുഖ വകുപ്പ് മന്ത്രി. ഡോക്ടർ R ബിന്ദു ആകുമ്പോൾ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി. GR അനിൽ ആകുമ്പോൾ ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി വകുപ്പ്. AK ശശീന്ദ്രൻ ആകുമ്പോൾ വനം വന്യജീവി വകുപ്പ്. K കൃഷ്ണൻകുട്ടി ആകുമ്പോൾ വൈദ്യുതി, അനർട്ട്.
കൂടാതെ സജി ചെറിയാനാകുമ്പോൾ സാംസ്കാരികം, ഫിഷറീസ് സർവകലാശാല, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. KB ഗണേഷ് കുമാർ ആകുമ്പോൾ മണ്ഡലം പത്തനാപുരമാണ്. വകുപ്പുകൾ കേരള നമ്മുടെ റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ ഗതാഗതം, ജലഗതാഗതം. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ആകുമ്പോൾ മണ്ഡലം കണ്ണൂരാണ്. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു ആർക്കൈവ്സ് എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത് 15ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഏതായിരുന്നു? VD സതീശനാണ് കേട്ടോ, VD സതീശൻ. ഇനി ഈ ഒരു 15ാം നിയമസഭയിലെ ഒരു 4 പോയിന്റ്സ് കൂടി നമുക്ക് നോക്കാം. അതായത് ഈ ഒരു 15ാം നിയമസഭയിലെ ആകെ വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 12 ആണ് കേട്ടോ. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 15 വനിതാ പ്രതിനിധികളാണ്. അതിൽ 3 വനിതകൾ വനിതാ മന്ത്രികളാണ്. സോ 12 വനിതകളിൽ 3 പേർ മന്ത്രിയാണ്, വനിതാ മന്ത്രിയാണ്. കൂടാതെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയത് KK ശൈലജയാണ് കേട്ടോ. KK ശൈലജ, MLA ആയ KK ശൈലജ ആണ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഇനി അടുത്തത് ഈ ഒരു 15ാം നിയമസഭയിൽ നടക്കുന്ന സമയത്ത് 2 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? തൃക്കാക്കരയും കൂടാതെ പുതുപ്പള്ളിയും. തൃക്കാക്കര നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഉമാ തോമസ് ആണ്. തൃക്കാക്കര നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ഉമാ തോമസും. കൂടാതെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിരുന്നു പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ്. ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ കൂട്ടുകാരെ? നമ്മുടെ 15ാം നിയമസഭ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ കൂട്ടുകാരെ ഇതൊന്ന് റിവൈസ്ഡ് ആയിട്ട് നല്ലപോലെ പഠിക്കുക. നമുക്കൊരു മറ്റൊരു ടോപ്പിക്സിലോട്ട് പോവാം. അതും ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ്. അതായത് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന പദവികളാണ്. കേരളവുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നോക്കിയേ, നമ്മൾ ടോപ്പിക്സിലോട്ട് കിടക്കുകയാണ്. കേരളത്തിന്റെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ഉത്തർപ്രദേശുകാരനായ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ. കേരളത്തിന്റെ 22ാമത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കണ്ടന്റ് ആണ്. എങ്കിൽ കേരളത്തിലെ നിലവിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. പേര് ഓർത്തിരിക്കുക, ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് നിലവിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആര്? VK രാമചന്ദ്രൻ ആണ് കേട്ടോ. VK രാമചന്ദ്രൻ. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് കേരള ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും, കേരളത്തിന്റെ CM ആയിരിക്കും. നിലവിലെ കേരള ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പിണറായി വിജയൻ. വൈസ് ചെയർമാൻ ആരാണെങ്കിൽ അത് VK രാമചന്ദ്രൻ. പേരോർത്തിരിക്കുക, കേരള ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? നിലവിൽ VK രാമചന്ദ്രനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് A ഷാജഹാൻ ആണ് കേട്ടോ. A ഷാജഹാൻ ആണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. എങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഒരു സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും, കൂടാതെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടായിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിൽ A ഷാജഹാനും ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണെങ്കിൽ സഞ്ജയ് കൗളുമാണ് കേട്ടോ. പേര് ഓർത്തിരിക്കുക, സഞ്ജയ് കൗള്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് MR ബൈജു ആണ്. MR ബൈജു. നല്ല ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒട്ടനവധി തവണ നമ്മുടെ PSC ഇവിടെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കേണ്ട മേഖലകളാണ്. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേരള ഗവർണർ ഉത്തർപ്രദേശുകാരന് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ 22ാമത് ഗവർണർ. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ VK രാമചന്ദ്രൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആകുമ്പോൾ സഞ്ജയ് കൗളാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ MR ബൈജു. അടുത്തതായിട്ട് നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? നമ്മുടെ സ്റ്റേറ്റ്സിന്റെ ഫിനാൻസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MS വിജയാനന്ദ്. SM വിജയാനന്ദ്. MS എന്നോ SM എന്നോ നമുക്ക് പറയാം. SM വിജയാനന്ദ് ആണ് നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 6th കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണർ ആണ് SM വിജയാനന്ദ്. അടുത്തതായിട്ട് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ P സതീദേവി ആണ് കേട്ടോ. P സതീദേവി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ S മണികുമാർ ആണ്. നിലവിൽ S മണികുമാർ ആണ് കേരള സംസ്ഥാന ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. കേരള ലോകായുക്ത. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയുടെ പേര് V വേണു എന്നാണ്. ചീഫ് സെക്രട്ടറിയുടെ പേര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കേരള ചീഫ് സെക്രട്ടറിയുടെ പേരെന്താണ്? V വേണു എന്നാണ്. നിലവിലെ കേരളത്തിന്റെ DGP ആരാണ്? ഡോക്ടർ
ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നാണ് നിലവിലെ നമ്മുടെ കേരളത്തിന്റെ ഡി. ഒന്നുകൂടെ നോക്കാം. നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എസ് എം വിജയാനന്ദാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ. കേരളത്തിന്റെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ വി വേണു. കേരളത്തിന്റെ നിലവിലെ DGP ആകുമ്പോൾ ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമുക്ക് എന്തായാലും മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ഇവിടെ നോക്കി വളരെ ഇമ്പോർട്ടന്റ് ആയ മേഖലകളാണ്. കേരളത്തിന്റെ നിലവിലെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആര്? കെ സച്ചിദാനന്ദൻ. കേരളത്തിന്റെ ഈ ഒരു കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സച്ചിദാനന്ദനാണ് കേട്ടോ. കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ OS ഉണ്ണികൃഷ്ണൻ. OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. പേരോർത്തിരിക്കുക, മുരളി ചീരോത്താണ് നിലവിലെ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? രഞ്ജിത്താണ് കേട്ടോ. രഞ്ജിത്ത് കേട്ടോ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? രഞ്ജിത്താണ്. കേരള ചലച്ചിത്ര അക്കാദമി കൈകാര്യം ചെയ്ത മന്ത്രിയാണെങ്കിൽ നമ്മുടെ സജി ചെറിയാനാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നു? ഷാജി എൻ കരുണനാണ്. മന്ത്രിയാവുമ്പോൾ അതും സജി ചെറിയാനാണ്. സോ മന്ത്രിസഭയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മറന്നു പോകരുത്. റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യാം. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ചെയർപേഴ്സൺ ആണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അദ്ദേഹം ഈ വാദ്യകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആകുമ്പോൾ OS ഉണ്ണികൃഷ്ണനാണ്. കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത്. സംവിധായകനായ രഞ്ജിത്താണ്. നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുണൻ. സോ നമ്മുടെ കേരളത്തിന്റെ പ്രധാന പദവികളും കഴിഞ്ഞിട്ടുണ്ട്. പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. സ്പീഡപ്പ് ആയിട്ടൊന്ന് പഠിക്കുക. വരുന്ന ഈ ഒരു ഫെബ്രുവരിയിൽ എക്സാം ഉണ്ട്. സോ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉറപ്പാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത് ഗവർണറാണ്. ഉത്തർപ്രദേശുകാരനാണ്. കേരളയുടെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആണെങ്കിൽ VK രാമചന്ദ്രൻ. ചെയർമാൻ എപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആകുമ്പോൾ സഞ്ജയ് കൗൾ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MR ബൈജു. അടുത്തതായിട്ട് നിലവിലെ നമ്മുടെ സംസ്ഥാനത്തിന് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷനാകുമ്പോൾ P സതീദേവിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ S മണികുമാർ. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ചീഫ് സെക്രട്ടറി V വേണുവാണ്. കേരളത്തിന്റെ നിലവിലെ DGPയുടെ പേരെന്താണ്? ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. അടുത്തതായിട്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കൂടാതെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സിനിമാ സംവിധായകനായ രഞ്ജിത്താണ്. സംവിധായകനും നടനുമാണല്ലേ. കൂടാതെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുണനാണ്. കൂട്ടുകാരെ, കുറെ വ്യക്തികളുടെ പേരാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മളിവിടെ 15ാം നിയമസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ചർച്ച ചെയ്തു. അതിനുശേഷം കേരളത്തിലെ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആ ഒരു പദവിയും പഠിച്ചു. സോ ഇത്രയും ചോദ്യങ്ങൾ ഒരുപാട് വ്യക്തികളുടെ പേരാണല്ലേ ചർച്ച ചെയ്തത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ആയിട്ടൊന്ന് വായിക്കുക. എക്സാമിന് 2 ദിവസം മുന്നേ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കൂട്ടുകാരെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ കൂട്ടുകാരെ, നമുക്ക് എന്തായാലും അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ബ്ലൂ പ്രിന്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു സെഷൻ ഉണ്ടായിരിക്കും. അടുത്തത് നമ്മൾ വളരെ ഹോട്ട് ടോപ്പിക്സുകളായിരിക്കും പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ വാച്ച് ചെയ്യുക. കൂട്ടുകാരെ, എന്തായാലും നമുക്ക് മറ്റൊരു സെഷനിലിരിക്കാം. താങ്ക് യു ഓൾ.